ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജോലി സംബന്ധമായിട്ടൊരു പരിപാടിക്ക് പോകേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അവിടെ പോകാൻ നേരത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു പെട്ടെന്ന് പോകണം, ലഞ്ചൊന്നും പാക്ക് ചെയ്യണ്ട, എനിക്ക് 2-3 ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് തന്നാൽ മതി. അപ്പോൾ ഒരു പേരക്കയുടെ പകുതി ഇരിക്കണത് അത് മാത്രം കട്ട് ചെയ്ത് കേട്ടോ അമ്മയും തന്നു വിട്ടെ. അപ്പോൾ ഞാൻ പുറത്തുനിന്നൊന്നും കഴിക്കില്ല, ഞാൻ ഭയങ്കര ഷുഗർ കട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ക്ഷീണവും തലകറക്കമൊക്കെ തോന്നി. എൻ്റെ വിശ്വാസം അനുസരിച്ച് ഡീഹൈഡ്രേഷനാണ്. അപ്പോൾ എൻ്റെ ഷുഗർ കട്ടിനെയൊക്കെ മറന്ന് ഞാനൊരു ഫ്രഷ് ലൈം അങ്ങ് കുടിച്ചു കേട്ടോ. തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോൾ പണ്ട് അച്ഛനും അമ്മയും ബേക്കറിയിൽ നിന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് വരുന്ന പോലെ ഇപ്പം ഞാനും കൊണ്ടുവരാറുണ്ട്. അവർ ഹാപ്പി ആട്ടോ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ. അപ്പോൾ തിരിച്ചു വന്ന വഴിക്ക് ചിറ്റയുടെ വീട്ടിൽ കയറിയപ്പോൾ ദേണ്ടേ അവരുടെ വീട്ടിലെ താമരപ്പൂവൊക്കെ വിരിഞ്ഞു. അപ്പോൾ തിരിച്ചു വന്നപ്പോഴേ എനിക്ക് ചോറുണ്ണണം. ഇന്ന് എന്ത് രാത്രിയിലെ ചോറൂണ് നിർത്തിയെന്ന് പറഞ്ഞാലും അത് ഞാൻ ഇന്ന് പൊളിച്ചു. അപ്പോൾ ഇച്ചിരി ചോറെടുത്ത് ഇച്ചിരി മോര് കറി വെച്ച് ചോറായിട്ട് തിന്നാൻ തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഡീഹൈഡ്രേഷൻ പോലെ ആയത് തന്നെ നന്നായിട്ട് വെള്ളവും കുടിച്ചോട്ടെ എന്നോർത്ത് കഞ്ഞിയായിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും കൂടെ മെഴുക്കുവരട്ടിയായിരുന്നു ഇന്ന്. അതും ഇച്ചിരി ഇട്ടു. അതിന് ശേഷം നമ്മുടെ കുഞ്ഞുള്ളി വീട്ടിലെ തീർന്നിരുന്നത് കാരണം വാങ്ങിച്ചായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇച്ചിരി നമ്മൾ കണ്ണിമാങ്ങയുടെ ചാറും ഉപ്പും ഈ മൺകലത്തിൽ നല്ല തണുത്ത വെള്ളവും അത് 2-3 ഗ്ലാസ് അങ്ങ് ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് കൈ വച്ചാട്ടോ ഞെരടിയത്. എന്നൊക്കെ സ്പൂൺ വെച്ചാലും അതിൻ്റെ രുചി വരണമെങ്കിൽ കൈ വെച്ചൊന്ന് ഞെരടണം. അപ്പം അതും കൂടെ സെറ്റാക്കി കഴിഞ്ഞ്, പക്ഷേ എനിക്ക് കൈ വെച്ച് തിന്നുമ്പോൾ ഈ വെള്ളം ചാടുന്ന ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് വെള്ളമൊക്കെ ചാടിപ്പോകണം എനിക്കിഷ്ടമില്ലാത്തതാണ്. അത് ഞാൻ തിന്നുന്നത് സ്പൂൺ വെച്ചാണെങ്കിലും കൈ വെച്ച് നന്നായിട്ട് ഞെരടി എല്ലാം പിടിപ്പിച്ച് ഉപ്പൊക്കെ ശരിയാണോ എന്ന് നോക്കി അതിന് ശേഷം ഞാൻ സ്പൂൺ വെച്ച് കോരി തിന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എന്ത് രുചിയുള്ള മീനാണെന്നറിയൂ ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.